OTT ചാകര. സോ അടുത്തൊരു OTT ചാകര വന്നിട്ടുണ്ട്. മിനി ചാകരയാണ് കേട്ടോ. 4 സിനിമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. നിവിൻ പോളി, തിരിച്ചുവരവ് മോൻ നിവിൻ പോളിയുടെ തിരിച്ചുപോക്ക് പടം ബേബി ഗോൾ സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. 150 കോടിയൊക്കെ അടിച്ച് ഭയങ്കര ടോപ്പ് ലെവലിൽ നിന്ന മനുഷ്യനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ നിവിൻ പോളി കോംബോ ഈ പടക്കക്കടിയും തീപ്പെട്ടിയും പോലെയാണ്. വിജയ് അണ്ണൻ പറയുന്ന പോലെ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ഇതാണ് അവസ്ഥ. സോ തിയേറ്ററിൽ വൻ പരാജയമായിരുന്നു ഈ സിനിമ. എന്തിന് ഇങ്ങനത്തെ ഒരു പടം ഇറക്കി വിട്ടതെന്ന് തന്നെ എനിക്കറിയില്ല. സോണി ലിവിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. വേണ്ടവരെ കണ്ടുനോക്കാം. പൊങ്കലിന് വന്ന വലിയ വലിയ തിമിംഗലങ്ങളെയൊക്കെ അടിച്ചിട്ടിട്ട് ഒരു കൊച്ചു പടം പൊങ്കൽ ക്ലാസ് ജയിച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കൽ വിന്നർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ജീവയുടെ T. തലൈവർ തമ്പി തലമയിൽ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. നമ്മുടെ ഫാലിമി സിനിമയുടെ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. കൊച്ചു പടം, നല്ല പടം. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ടാണ്. സോ പലരും ഇത് വൻ പടമാണ്, ലോകത്ത് ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയിട്ടുള്ളൂ, അങ്ങനെയൊന്നും അല്ല. ഇതൊരു കൊച്ചു പടം, നല്ല പടം. ഈ ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു പടം, ഈ സ്ട്രെസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റിയ ഒരു പടം. ആ ഒരു മൈൻഡ് സെറ്റ് കാണാന്ന് വെച്ചാൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ നൈസ് വാച്ച്. അല്ലാതെ ഇത് വേറെ ലെവൽ 8th വണ്ടർ ഓഫ് ദ വേൾഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആവും. സോ ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ. നമ്മൾ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നടനാണ് ചിരഞ്ജീവി. സോ ചിരഞ്ജീവി കോമാളിത്തരെ കാണിക്കൂ, പേക്കൂത്തെ കാണിക്കൂ. എന്നാൽ സംക്രാന്തിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു പടം ഇങ്ങനെ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിരഞ്ജീവി നയൻതാര കോംബോന്റെ പടം. ഇതിന്റെ പേര് പറയാൻ കുറച്ച് കഷ്ടമാട്ടോ. മനശങ്കര വരപ്രസാദ് ഗാരു അണ്ണ. ഇങ്ങനത്തെയൊക്കെ പേരിട്ടാ നമ്മൾ ട്യൂഷന് പോകേണ്ടി വരും ഇത് പറയാൻ. സോ പടം C5 അവൈലബിൾ ആണ്. 300 കോടി കളക്ഷൻ കിട്ടിയ സിനിമയാണ്. എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് മലയാളം. കിട്ടു പടം. ഔട്ട് ആൻഡ് ഔട്ട് ഇരുന്ന് ചിരിക്കുക, പ്യുവർ എന്റർടൈനർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. അണ്ണൻ അഴിഞ്ഞാട്ടമായിരുന്നു ചിരഞ്ജീവി. കിടു പെർഫോമൻസ് ആയിരുന്നു. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 5 മിനിറ്റ് കണ്ടു നോക്കുക. അപ്പൊ മനസ്സിലാവും ഈ സിനിമയുടെ ജോണർ എന്താണ്, വൈബ് എന്താണെന്നൊക്കെ. സെറ്റ് ആയില്ലെങ്കിൽ അപ്പം നിർത്തിയിട്ട് പോവാ. കാരണം ചിലപ്പോൾ ചിലർക്ക് അപരാധമായിട്ടൊക്കെ തോന്നും. ഭയങ്കര ഒരു എന്റർടൈനർ ആയി തോന്നുകയാണെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് ആണ് ഈ സിനിമ തരാം. കുറെ ചിരിക്കാനുണ്ട്. സംക്രാന്തി സ്പെഷ്യൽ ആയിട്ട് ഒരു ലോഡ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഫേവറേറ്റ് പടം നവീൻ പോലിശെറ്റിയുടെ അനഗനക ഒക്കരാജു ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സംക്രാന്തിക്കും പൊങ്കലിനും ഇറങ്ങിയ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് പടമായിട്ട് എനിക്ക് ഇതാണ് തോന്നിയത്. ഓവർ ദ ടോപ്പ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഭയങ്കര ലൗഡ് കോമഡീസ് ഉള്ള, ലൗഡ് മ്യൂസിക് വർക്ക് ഉള്ള ഒരു സിനിമയാണ്. എല്ലാവരെയും കപ്പ് ഓഫ് ടീ ഒന്നും അല്ല. ഈ സീറോ ലോജിക് പ്യുവർ ഫൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ജോണറിൽ വരുന്ന ഒരു കോമഡി ഡ്രാമയാണ്. അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറെ ഇരുന്ന് ചിരിക്കാനുണ്ട്. ചിരഞ്ജീവിയുടെ പടം കണ്ടതിനേക്കാൾ കൂടുതൽ ഞാൻ ഈ പടം കണ്ട് ചിരിച്ചിട്ടുണ്ട്. എനിക്ക് പെടലിയൊക്കെ ഉളുക്കിന്ന് വേണമെങ്കിൽ പറയാം. സോ 2.5 മണിക്കൂറിന്റെ പടമാണ്. നല്ല രസമുള്ള സിനിമയാണ്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഈ ജോണർ ഇഷ്ടമുള്ളവർ മാത്രമേ ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് പ്യുവർ അപരാധമായി തോന്നും.